നമ്മള് 2 പാർട്ട്നേഴ്സ് അല്ലേ, ഷെയർ അടിക്കാലോ. ശരി എന്നാ. ഏയ് 1 സെക്കൻഡ്. അല്ല, ദേഷ്യത്തിൽ നീ സുന്ദരി തന്നെയാ. നിന്റെ അടുത്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ? നീ എന്താ ചോദിക്കാൻ പോകുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താന്ന് പറഞ്ഞേ? ആ പോലീസ് ഞാനും തമ്മിലുള്ള ലിങ്ക് അല്ലേ? പെർഫെക്റ്റ് ഗെസ് വിഷ്ണു. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ മോഷ്ടിച്ചിട്ടുണ്ട്. മോഷ്ടിച്ചിട്ടുണ്ടോ? എന്താണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് മോഷ്ടിച്ചത്? ഇവിടെ തന്നെ. ഇവിടെയോ? അവര് നിന്നെ കണ്ടുപിടിച്ചാലോ? അന്ന് ഞാൻ മാസ്ക് ഇട്ടിരുന്നു. നീ ആള് വിചാരിച്ച പോലെ ഒന്നുമല്ല, പ്രൊഫഷണൽ കള്ളനല്ലേ. നമ്മുടെ റോബറിക്ക് നീയാണ് കറക്റ്റ്. നിനക്ക് മോഷണം എന്ന് വെച്ചാൽ വലിയ ഈസി എന്നാണ് വിചാരം. ഇത് നോക്ക്, ഒരിക്കൽ പിടിക്കപ്പെട്ട പിന്നെ നിന്റെ ലൈഫ് തന്നെ പോക്കാമോളെ. ഇതാ ഇതുപോലെ. ചെറുപ്പത്തിൽ ഞാൻ വാശി കാട്ടിയപ്പോ അമ്മ പൊള്ളിച്ചതാ ഇത്. എന്നാ എനിക്ക് ഒന്നിനും പേടിയില്ല. നമ്മൾ റോബ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും. അതിന്റെ ഒരു ആവശ്യമില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാറുള്ളൂ. ബട്ട് ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യും. അതിന്റെ ഒരു ആവശ്യമില്ല. ശരി, എന്തെങ്കിലും ചെയ്. മോഷണം എങ്ങനെ ഉണ്ടാവുന്ന ഒരു ട്രയൽ നോക്കുന്നു നീ. ഇവിടെ തന്നെ ഒരു സാമ്പിൾ കാണിക്കാം. എന്താ? ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ബില്ല് കൊടുക്കാതെ എസ്കേപ്പ് ആവും. ബില്ല് കൊടുക്കാതെയോ? അവര് നമ്മളെ കണ്ടുപിടിച്ചാൽ എന്താവുന്നറിയോ? മാനക്കേടായിപ്പോ. അപ്പൊ അറിയാം. ശരി, ഞാൻ റെഡി. റെഡിയല്ലേ? റെഡി. വിഷ്ണു, എന്താ? ഫസ്റ്റ് ടൈം അല്ലേ, ഒരു നിമിഷം നിൽക്കേ. ഇപ്പൊ റെഡിയാണോ? ഓക്കെ, പോവാം. വിഷ്ണു, എന്താ? അപ്പോഴേക്കോ? റെഡിയാണോ? ആ, വിട്ടോ. എക്സ്ക്യൂസ് മീ സർ. തിരിഞ്ഞു നോക്കരുത്. സർ, സാർ നോക്കണ്ട, നീ നടക്ക. മാഡം, പൊയ്ക്കോ, പോ. ഒന്ന് പെട്ടെന്ന് വരാൻ. കേറ്. വിഷ്ണു, എന്റെ അമ്മോ, ഞാൻ തുറക്കാൻ നിൽക്കുക. കേറ്. ഇവിടെ എന്തിനാ നിർത്തിയ? നീ വേഗം വണ്ടി എടുക്ക. ടെൻഷൻ അടിക്കണ്ട, ഇത്രയും ദൂരം ഒന്നും ആരും വരില്ല. ബാനു, ബാനു, ചിരിക്കുന്നുണ്ടോ? സാർ, സാറിന്റെ ബാലൻസ് 330 സാർ വാങ്ങിച്ചില്ല, മറന്നു. ഇതാ സാർ. ബൈ സാർ. താങ്ക്സ്. വിഷ്ണു, 9th ഫെയിലോ? ക്ലാസ്സിലെ മാസ്റ്റർ പറഞ്ഞു തന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എക്സാമിൽ എഴുതിയത് മാസ്റ്ററിന് മനസ്സിലായില്ല. അതോടെ കഴിഞ്ഞു. സത്യമായിട്ടും? ജോബിന് കൊടുത്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഫേക്കാ. അപ്പൊ ഇംഗ്ലീഷൊക്കെയോ?
മലയാളത്തിൽ എഴുതി വെച്ച് ഒപ്പിച്ചേക്കും. ബാനു, യു ആർ ഗ്രേറ്റ്. കളിയാക്കോ അല്ലേ? സത്യമായിട്ടും മൈക്കിൽ എന്നിട്ട് ഇംഗ്ലീഷ് സംഭവാ. എന്നാ ശരി, നമുക്കാദ്യം പ്ലാൻ ഡിസ്കസ് ചെയ്യാം. ട്രക്ക് നമ്പർ KA01AA6789 ഓർത്ത് വെക്കണേ. എനിക്ക് പണം കെട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞു. എനിക്ക് അപ്പൊ തന്നെ അറിയായിരുന്നു മാഡം ഫ്ലാറ്റ് വാങ്ങുമെന്ന്. പിന്നെ ഒരു സൈൻ ചെയ്തു. വിഷ്ണു എന്താ ചെയ്യുന്നത്? എന്റെ ഷെയർ ഞാൻ എടുക്കുന്നു, അത്ര തന്നെ. നിന്റെ ഷെയർ ഞാൻ ഓൾറെഡി തന്നതല്ലേ? ഇത് എന്റെ തന്നെയാ. മണ്ടത്തരം വിളിച്ച് പറയരുത്. 50-50 എന്നല്ലേ നമ്മുടെ ഡീൽ. ഹലോ, നീ എന്താ ചെയ്തത്? ഇൻഫർമേഷൻ മാത്രം തന്നു. ഗോൾഡിന് സ്പോട്ട് വെച്ച് ആക്ഷനിൽ ഇറങ്ങി എടുത്തതെല്ലാം ഞാനാ. സോ ഇത് എന്റെ തന്നെയാ. വിഷ്ണു, ഇത് ചീറ്റിംഗാ. ചീറ്റിംഗ്? എനിക്ക് മുമ്പേ അറിയാമായിരുന്നു നീ എന്നെ ഇങ്ങനെ പറ്റിക്കുമെന്ന്. ഒരുപാട് സീൻ ഉണ്ടാക്കല്ലേ. God. మీరు మాట్లాడడానికి ప్రయత్నిస్తున్న వినియోగదారులు ఈ సమయంలో బిజీగా ఉన్నారు. మీరు మాట్లాడడానికి ప్రయత్నిస్తున్న എടാ, കോൾ കട്ട് ചെയ്യുന്നോ? നീ എങ്ങോട്ടായി പോണെന്ന് നോക്കട്ടെ. ഡാ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ പോലീസ് പിടിച്ച് എന്തെങ്കിലും പ്രശ്നമാവുകയാണെങ്കിൽ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് അടിച്ചു മാറ്റാന്ന് പറയണം. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകരുത്. ഭായ് പേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെ അതെ, വരില്ല. കല്യാണം കഴിക്കാൻ പോവില്ല, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെയോ? ഷാദിഖ് മുബാർക്ക് ബായ്. പെണ്ണേതാ? ഈ തെണ്ടി പറയുന്നത് വിശ്വസിക്കില്ലേ ഭായ്? അതൊരു അരവെട്ട് കേസാ. അതിന്റെ ഇടയ്ക്ക് ഈ മാരണത്തിന്റെ ശല്യം. അതിനൊക്കെ എവിടെ കൊണ്ട് കളയണം? ഒരു മിനിറ്റ്, ഇങ്ങോട്ട് പണി. ഇതെന്താ പ്രശ്നം? നീ എന്തിനാ ഇവിടെ വന്ന്? എത്ര പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തു, നീ എന്താ എടുക്കാത്ത? ഞാൻ ബിസിനസ്സിൽ ബിസിയാ, കാണുന്നില്ലേ? അതിനാണ് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുമെന്ന് ഞാൻ കൂടെ വന്നത്. നിനക്കെല്ലാം കുട്ടികളിയാ. ആദ്യം ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ഞാൻ നിന്നെ പിന്നെ വന്ന് കാണാം. ഞാൻ പോവില്ല. എല്ലാത്തിനും എന്നെ എന്തിനാ മാറ്റി നിർത്തുന്നത്? മറന്നുപോയോ സർ? ഐഡിയ എന്റേതാണ്. ഞാനില്ലാതെ, ഞാൻ അറിയാതെ നീ ചെയ്യോ? ഞാനും കൂടെ വരും. അതെ ബായ്, ഞങ്ങൾ ചെറിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഐഡിയ എല്ലാം ഇവളുടെ. ഞങ്ങളുടെ ഗ്യാങ് ലീഡറാ, പേര് ബാനു. ആഹാ, നിങ്ങളുടെ കേക്കിൽ പെമ്പിളറൊക്കെ ഉണ്ടേ. അതിങ്ങി താ, ഞാൻ വെച്ചോളാം. സൂക്ഷിക്കണേ. സാരമില്ല, അതിങ്ങ് തന്നെ. ഇതിപ്പോ എന്റെ കയ്യിലിരുന്ന എന്താ പ്രോബ്ലം? അത് ലോഡടാ. അതിനെന്താ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പറഞ്ഞാ കേക്കണം. ഇങ്ങോട്ട് താ. നീ എന്താ കാണിക്കുന്നത്? കണ്ണ് താഴേക്ക് വെക്ക്. പെൺകുട്ടികൾ കണ്ണെടുത്തൂടെ? നീ വെക്കാം, ഞാൻ വെക്കാൻ പാടില്ലേ? ആദ്യം കണ്ണ് താഴെ വെക്ക്. നീ ആദ്യം കാശ് കണ്ണ് ലോഡടാ, താഴെ വെക്കാൻ പറഞ്ഞില്ലേ? പറയുന്ന കേക്ക്. ഓവറാട്ടോ ഇതൊക്കെ. എന്റെ കയ്യിലെടുത്താ. എന്റെ അടുത്തിരുന്ന ഉണ്ട്, ഇല്ല അതുപോലെ തന്നെ ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ലോഡറാണ്. സോറി. ഇവരാരാ? എന്റെ അമ്മച്ചി, പണി തീർന്നേതാ? വേണു, 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 ഇവള് കൊന്നു. ഇനി അകത്ത് കിടന്നുണ്ടേ നിന്ന് ചപ്പാത്തി പരത്താം. ഗുലാബ് ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടിങ്? പേടിച്ചല്ലേ? അതെന്റെ മോന്ന കണ്ടാലേ അറിയാലോ. പോയല്ലേ? ഡാ, ഇജ്ജ് ബേജാറാക്കി കളഞ്ഞില്ല. ഞാൻ റിയൽ ബുള്ളറ്റാ ലോഡ് ചെയ്തെന്ന് കരുതി ആകപ്പാടെ തലവരുത്തു. ആരെയും നിനക്ക്? ആ, ജസ്റ്റ് മിസ്. ഡമ്മി ബുള്ളറ്റ്സ് അല്ലേ? എനിക്കറിയാം. സൂപ്പർ ആക്ടിങ്. ഓ താങ്ക് യു. നമ്മുടെ ഉള്ളയാ. പേര് വേണു. സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുക.
ഉടൻ തന്നെ എന്തെങ്കിലും ചാൻസ് ഒക്കെ കിട്ടും. ആ ഗുലാബ് ചേട്ടാ, താങ്കൾ പറഞ്ഞ ആ കോ ഡയറക്ടർ ഞാൻ പോയി കണ്ടു കേട്ടോ. അവസരം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ താങ്ക്സ് ചേട്ടാ. എടാ, നിങ്ങൾ എന്താ കാര്യമായ പരിപാടിയിലാണെന്ന് തോന്നുന്നു. ശരി, നടക്കട്ടെ, ഞാൻ അകത്തിരിക്കാം. പറ്റേ, ബൈ. അത് വേണു, ഞാൻ 2 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. ഒരുപാട് ഓവറാക്കല്ലേ? സൂക്ഷിക്കണം, ഇത് പള്ളലാണ്ട് കയറിയ പായൽ ചുരുട്ടേണ്ടി വരും. ഒറിജിനലാ. ഗണ്ണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഞാനാ, പേടിക്കണ്ട. ശരി, ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോണേ? നീ നിന്റെ വീട്ടിൽ പോ, ഞങ്ങളുടെ റൂമിൽ പോവാ. എന്താണത്? നമ്മള് രാജുബായുടെ ഗാരേജിൽ പോകുന്നല്ലേ പറഞ്ഞു? പറയും, അവക്കെല്ലാം പറഞ്ഞു കൊടുത്ത് കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുവാ. നീ എങ്ങനെ ഇവിടെ വന്നേ? ആരെങ്കിലും നിന്റെ കൂടെ വന്നിട്ടുണ്ടോ? ഞാൻ വന്നത് വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെന്തിനാ വന്നേ? കാശിക്ക് വേണ്ടിയാ. എന്തോന്ന്? കാശിനാഥൻ. കാശിനാഥനാ? കാശി ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സാ. കാശിയെ ഫൈറ്റിങ്ങിന് കൊണ്ടുപോവാന്ന് അറിഞ്ഞു. കാശി ചത്തുപോവാന്ന് ഞാൻ പേടിച്ചു പോയി. അപ്പോഴേക്കും വെല്ലച്ചൻ എടുത്തോണ്ട് വന്നില്ലേ? വരട്ടെ നിക്കേ. എനിക്ക് വിശക്കുന്നു. വെല്ലച്ചന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടോ? ഇല്ല. കാശി ഉറങ്ങിപ്പോയോ? കാശി, നിനക്കിനി ഒന്നും സംഭവിക്കില്ല. ഞാൻ വന്നില്ലേ, വിഷമിക്കണ്ടാട്ടോ. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉറങ്ങിക്കോ. എനിക്കൊന്ന് ഇവിടെ ഇരിക്കേ. വെല്ലിച്ച, എന്താ? വെല്ലിച്ചൻ എന്നോട് മിണ്ടി. വെല്ലിച്ച, എനിക്കൊരു കഥ പറഞ്ഞു തരോ? എന്നാ ഞാൻ പറയട്ടെ. വെല്ലിച്ച, അപ്പോഴേക്കും ഉറങ്ങിപ്പോയോ? ഗുഡ് മോർണിംഗ് കാസി. വെല്ലിച്ചനും കൂടി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. എന്നോടല്ലാതെ കാശി എല്ലാവരോടും വഴക്കുണ്ടാക്കും. വെല്ലിച്ചനെ ഒന്നും ചെയ്തില്ലെങ്കിൽ കാശി വെല്ലിച്ചന്റെ ഫ്രണ്ടായി എന്നർത്ഥം. വെല്ലിച്ച, നമ്മൾ എപ്പോഴാ വീട്ടിലെത്തുക? നമ്മളിപ്പോ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവാണോ? കോയമ്പത്തൂരിൽ നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലേ? ശ്രുതി, ഇവനെ പന്തയത്തിൽ ഇറക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുവോ? വെല്ലിച്ച വീണ്ടും എന്നോട് മിണ്ടി. ഈ കുട്ടി ഏതാ? എന്റെ ശ്രുതി, സെക്കൻഡ് ക്ലാസ്, ബാലമന്ദിർ സ്കൂൾ, ബാങ്ക് കോളനി, വലിയകുളം, ഇടുക്കി. ഇതെവിടെ വെക്കണ്ടേ? അകത്തോണ്ട് വെക്ക്. ശ്രുതി, കാശി നന്നായിട്ട് നോക്കണം. ശരി വെല്ലിച്ച. പിന്നെന്തൊക്കെയുണ്ട് രാമ? കാശിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുട്ടി ഉണ്ടല്ലോ കൂടെ, അതാരാ? കുട്ടിയെ ഞാൻ കൊണ്ടുവന്നതല്ല, അനിയന്റെ മോളാ. അവൾ എപ്പോഴും ഈ പൂങ്കോയുടെ കൂടെ തന്നെയാ. ഞാൻ പൂവനെടുത്തോണ്ട് വന്നപ്പോ അവളും കൂടെ വന്നതാ. ഞാൻ ശ്രദ്ധിച്ചതുമില്ല. നിന്നെ ആരും കണ്ടില്ലല്ലോ? ഇല്ല. പേടിക്കണ്ട രാമ, നീ കൊണ്ടുവന്നിരിക്കുന്നത് പോരുകോഴിയെ മാത്രമല്ല, തങ്കമുട്ടയിടുന്ന താറാവിനെയുമാ. ഈ ജാക്ക് പോട്ട് എന്നൊക്കെ പറഞ്ഞ ഇതാ രാമ. നീ എന്തായി പറയുന്നേ? നമ്മുടെ സമയം തെളിഞ്ഞു രാമ. കോഴിയെ കൊടുക്കുമ്പോൾ നിന്റെ കടവങ്ങ് തീരും. കിഡ്നാപ്പ് ആണെങ്കിൽ ജാക്ക് പോട്ടാ. നമ്മൾ ഇതിൽ വലുതായിട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. നിന്റെ അനിയനെ ആ ലക്ഷ്മണൻ ഒരുപാട് സമ്പാദിച്ചു വെച്ചിരിക്കുകയല്ലേ. നമുക്ക് വെറും 1 കോടി രൂപ ചോദിച്ചു നോക്കാം. മോളോട് നിന്റെ അനിയന് ജീവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വെച്ചൊരു കളി കളിച്ച കോഴി കൂവുന്നതിന് മുമ്പ് പണം ഇങ്ങ് പോരും. 1 കോടി രൂപയോ? അത് കുറവാണോ? അപ്പൊ പിന്നെ 2 കോടി ചോദിച്ചാലോ? നീ എന്താടാ സംസാരിക്കുന്നത്?
പൈസയ്ക്ക് പകരം കോഴിയെ ചോദിച്ചു, അത് തന്നു കഴിഞ്ഞു, എല്ലാം തീർന്നു. അല്ല രാമ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ. നീ അതങ്ങ് മനസ്സിൽ നിന്ന്. ഞാൻ ഇറങ്ങുക. ശ്രുതി, വാ മോളെ, നമുക്ക് പോവാം. പോകാൻ വല്യച്ഛാ. ശ്രുതി, കാശി ഇവിടെ തന്നെ നിന്നോട്ടെ, നമുക്ക് പോവാം. വല്യച്ഛാ. വെല്ലിച്ചനല്ലേ പറയുന്നേ, എന്റെ മോള് കേക്ക്. ശരി വല്യച്ഛാ. ഹലോ, ഹലോ, നിന്റെ ഏട്ടനും നിന്റെ കുട്ടിയും ഇപ്പൊ എന്റെ പക്കലാ ഉള്ളത്. നിങ്ങളാരാ സംസാരിക്കുന്നത്? നിന്റെ മോളെ ഏട്ടനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. എന്റെ മോളെ എന്റെ ചേട്ടനെയും. നാളെ ഉച്ചയ്ക്ക് മുമ്പ് 2 കോടി രൂപ എടുത്തോണ്ട് നീ കോയമ്പത്തൂരിലേക്ക് വാ. പൈസ എവിടെയാ കൊടുക്കേണ്ടതെന്ന് നാളെ നിനക്ക് ഫോൺ ചെയ്ത് ഞാൻ പറയാം. ഹലോ ഹലോ, എന്ത് പറ്റി ചേട്ടാ? ആ ഓക്കെ, ശരി ശരി. അതൊന്നുമില്ല മോളെ, കുറെ നാളുകൾക്ക് ശേഷം ചേട്ടൻ ഫോൺ ചെയ്തിരിക്കുക. അതെയോ? എല്ലാരെയും കാണണമെന്ന് പറയാ. ശ്രുതിയും ചേട്ടന്റെ കൂടെ തന്നെയുണ്ട്. എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. രാവിലെ തൊട്ട് ശ്രുതി ഈ വീട്ടിലില്ലായിരുന്നു. വല്യമ്മയുടെ വീട്ടിലുണ്ടെന്നാ ഞാൻ കരുതിയേ. ആ അതെ അതെ അതെ, വെല്ലുമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെയാ. എന്താ ചേട്ടാ, എന്ത് പറ്റി? ആ അത് പിന്നെ ചേട്ടന്റെ ശബ്ദം കേട്ടിട്ട് കുറെ നാളായില്ലേ. അതാ മനസ്സിനകത്ത് ഒരു. ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇനി ലതയും നമ്മുടെ സഹായത്തിനുണ്ടാവും. ശരി മോളെ, നീ അകത്തേക്ക് വാ.